കല്യാണം കഴിഞ്ഞ ഇന്ന് തന്നെ നിന്റെ വീട്ടിലൊന്ന് രാത്രി തങ്ങുകാന്ന് കൂടി ചെയ്യാതെ ഈ പെണ്ണിനെയും കൂട്ടി നീ ജോലി സ്ഥലത്തേക്ക് മടങ്ങി പോവാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ശിവ? ഇപ്പൊ നടന്നിട്ടേ ഉള്ളൂ ശിവ നിങ്ങളുടെ വിവാഹം. ഇനിയും ഏറെ ചടങ്ങുകൾ നടത്താനുണ്ട്. അതിന് നിങ്ങൾ രണ്ടാളും ഇവിടെ നാട്ടിൽ തന്നെ വേണ്ടേ? പിന്നെ എങ്ങനെ ഇന്ന് തന്നെയുള്ള നിങ്ങളുടെ ബാംഗ്ലൂർ പോക്ക് ശരിയാവും? മകൾ വേദയ്ക്കരികിൽ നിൽക്കുന്ന മരുമകൻ ശിവനെ നോക്കി നാരായണൻ മനസ്സിലെ സംശയങ്ങൾ ഓരോന്നായി ചോദിച്ചെങ്കിലും അതിനൊന്നും അയാൾക്ക് ഉത്തരം നൽകാതെ മറ്റെവിടെയോ ശ്രദ്ധ പതിപ്പിച്ച് അലക്ഷ്യമായി നിന്നു ശിവനും. നീ എന്താ ശിവ, ഞാൻ ചോദിക്കുന്നതൊന്നും കേൾക്കുന്നില്ലേ? ഇവളെ ഇന്ന് എന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോവാൻ പറ്റില്ല. നീയും പോവാൻ പാടില്ല. വിവാഹശേഷമുള്ള ചടങ്ങുകൾ നടത്താൻ നിങ്ങൾ ഇവിടെ തന്നെ വേണം. എല്ലാം നന്നായി നടത്തിയാലേ നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. എല്ലാ ചടങ്ങുകളോടെയും 1-2 കൊല്ലം മുമ്പ് ഇവളുടെ കല്യാണം ഒന്ന് നിങ്ങൾ നടത്തിയതല്ലേ അമ്മാമേ? എന്നിട്ട് എന്ത് പുണ്യം ഇവൾക്ക് അതിൽ നിന്നുണ്ടായത്? എന്ത് നല്ല ജീവിതാ കിട്ടിയത്? ഒന്ന് പറ നിങ്ങള്, ഞാൻ കേക്കട്ടെ. ശബ്ദം കുറച്ച്, എന്നാൽ ചോദ്യത്തിലെ കടുപ്പം ഒട്ടും കുറയാതെ ശിവൻ അത് തിരിച്ച് നാരായണനോട് ചോദിച്ചതും അവനോട് തിരികെ പറയാൻ ഒരു ഉത്തരമില്ലാതെ നിറമെഴികളോടെ മിണ്ടാട്ടം മുട്ടി നിന്നു നാരായണൻ. നിറഞ്ഞതേ മെഴികൾ ഉയർത്തി അരികെ നിൽക്കുന്ന മകൾ വേദയൊന്ന് അയാളൊന്ന് നോക്കിയെങ്കിലും ചുറ്റും നടന്ന സംസാരങ്ങളൊന്നും താൻ കേട്ടതേയില്ലെന്നതുപോലെ തല കുനിച്ച് ആരെയും നോക്കാതെ നിൽക്കുന്ന വേദയുടെ രൂപം അയാളുടെ ഉള്ളിലെ നോവിനെ വീണ്ടും ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. 1.5 കൊല്ലം മുമ്പ് ഇതേ അമ്പലത്തിൽ വെച്ച് നടന്ന വേദയുടെ ആദ്യ കല്യാണ ദിവസം ഓർമ്മയിൽ തെളിഞ്ഞു നാരായണന്. അന്ന് തന്റെ മകൾ ഇതേ നിൽപ്പായിരുന്നു, ആരെയും നോക്കാതെ യാതൊരു സന്തോഷവുമില്ലാതെ തലയും കുനിച്ചതുപോലെ തന്നെ. വ്യത്യാസമുണ്ടായിരുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ്, കല്യാണ ചെക്കൻ. ഇന്ന് വേദയ്ക്കടുത്ത് ഭർത്താവായി നിൽക്കുന്നത് ശിവനാണെങ്കിൽ അന്ന് നിന്നിരുന്നത് ശിവന്റെ അനിയൻ വിഷ്ണുവായിരുന്നു. അനിയൻ താലി കെട്ടി ഭാര്യയായി കൊണ്ടുവന്ന് നടന്നുപേക്ഷിച്ചവളെയാണ് ഏട്ടൻ വീണ്ടും താലി കെട്ടിയിരിക്കുന്നത്. ഓർമ്മകളുടെ തീ കുത്തേറ്റതുപോലെ പൊള്ളിപ്പിടഞ്ഞ് നാരായണൻ മുഖമുയർത്തുമ്പോൾ വേദയുടെ കൈ പിടിച്ച് ഊട്ടുപുരയിലേക്ക് നടന്നിരുന്നു ശിവനെന്ന ശിവജിത്ത് കൃഷ്ണൻ. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് എന്റെ ജോലി സ്ഥലത്തേക്കാണ്, ബാംഗ്ലൂരിലേക്ക്. അറിയില്ലേ വേദയ്ക്കത്? സദ്യ കഴിക്കാനിരുന്നതും വേദയ്ക്കടുത്തേക്ക് മുഖമടുപ്പിച്ച് ശിവൻ ചോദിച്ചതിന് അവനെ നോക്കാതെ മേലെ ഒന്ന് മൂളി അറിയാമെന്ന് അറിയിച്ചവൾ. പിന്നെയും 1-2 കാര്യങ്ങൾ കൂടി വേദയോട് ശിവൻ സംസാരിച്ചെങ്കിലും അതിനെല്ലാം മറുപടികൾ വേദ മൂളൽ ഒതുക്കിയതും ദേഷ്യം ഇരച്ചു കയറി ചുവന്നു പോയി ശിവനാകെ. ദേഷ്യമടക്കാൻ എന്നവണ്ണം ശിവൻ കൈമുഷ്ടികൾ ചുരുട്ടി നിവർത്തി പിടിക്കുന്നത് കണ്ടതും ഭയമേറി വേദയിൽ. താനൊന്ന് ഉറക്കെ സംസാരിച്ചാൽ നിറഞ്ഞു ചിരിച്ചാൽ തീരുന്ന ദേഷ്യമേ ശിവനിലുള്ളൂ എന്ന് അറിഞ്ഞില്ല വേദ. കുട്ടിയായിരുന്നപ്പോൾ മുതൽ വേദയ്ക്ക് ഭയമാണ് ശിവനെയും ശിവന്റെ ദേഷ്യത്തെയും. പൊതുവെ ഗൗരവക്കാരനായ ശിവന്റെ മുഖത്ത് ദേഷ്യം കൂടി കലർന്നാൽ പിന്നെ അവനെ തറവാട്ടിൽ എല്ലാവർക്കും ഭയമാണ്. ശിവന്റെ നേരെ വിപരീതമാണ് അവന്റെ അനിയൻ വിഷ്ണു. മുഖത്തൊരു ചിരിയോടെ അല്ലാതെ കാണാൻ കഴിയില്ല ആർക്കും അവനെ. സൗമ്യമായ പെരുമാറ്റവും ആരും ഇഷ്ടപ്പെടുന്ന സ്വഭാവവും. അതുകൊണ്ട് തന്നെയാണ് വേദയ്ക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ അവളെ തനിക്ക് ഇഷ്ടമാണെന്നും വിവാഹം കഴിപ്പിച്ച് തരമെന്നും പറഞ്ഞ് വിഷ്ണു മുന്നിൽ വന്നപ്പോൾ വേദയുടെ വീട്ടുകാർ ആലോചനയെ വേഗത്തിൽ വിവാഹത്തിൽ എത്തിച്ചത്. അന്യരല്ലല്ലോ, കുടുംബക്കാരാണല്ലോ എന്ന ആശ്വാസം വേറെയും. അന്ന് പക്ഷേ വിഷ്ണുവിനെ പോലെ വേദയുടെ വീട്ടുകാർ മറന്നുപോയി. വേദയോട് ചോദിക്കാത്ത ചോദ്യം ഒന്നുണ്ടായിരുന്നു, വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ വേദയ്ക്ക് സമ്മതമാണോ എന്ന്. അവളോടാരും ചോദിച്ചില്ല. തന്നോടാരും ചോദിക്കാത്തൊരു ചോദ്യത്തിന് ആരോടും മറുപടി പറയാൻ വേദയ്ക്കും സാധിച്ചില്ല. താനീ കാറിലിരുന്നാൽ മതി വേദ, ഞാൻ എളുപ്പം പോയിന്റെ ബാഗ് എടുത്ത് തിരികെ വരാം. വിവാഹശേഷം വീട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങി ശിവന്റെ വീട്ടിലേക്ക് വന്നതും വേദയെ കാറിൽ തന്നെ ഇരുത്തി ശിവൻ വേഗത്തിൽ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. കല്യാണം കൂടാനെത്തിയ ബന്ധുക്കളിൽ ചിലർ കാറിലിരിക്കുന്ന വേദയോട് ഇറങ്ങി വരാൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനും കാണാനും ഉണ്ടായിരുന്നില്ല വേദ. അവളുടെ നോട്ടം ബന്ധുജനങ്ങൾക്കരികിൽ പുറകിലായി റോഡിൽ നിന്ന് ദയനീയമായി തന്നെ നോക്കുന്ന വിഷ്ണുവിൽ തറഞ്ഞു നിന്നു. അവന്റെ നിറമിഴികളോടെയുള്ള യാചന നിറഞ്ഞ നോട്ടവും മാപ്പ് നാരും കാണാതെയുള്ള ചുണ്ടനക്കവും കണ്ടതും വേദയുടെ കണ്ണുകൾ തേടിയത് മറ്റൊരുവളെയാണ്. വിഷ്ണുവിന് അത്രയും പ്രിയപ്പെട്ട മറ്റൊരുവളെ, അലീനയെ. വിഷ്ണുവിന്റെ പ്രണയമായി അവന്റെ കുഞ്ഞിന്റെ അമ്മയായ അലീനയെ. വിഷ്ണുവിന്റെ ഭാര്യയായി അവരുടെ വീട്ടിലെത്തിയത് മുതൽ അവൻ തന്നോട് പെരുമാറിയിട്ടുള്ളത് സുഹൃത്തായിട്ടാണ്. ഒരിക്കൽ പോലും ഒരു ഭർത്താവിന്റെ അധികാരം അവൻ തന്നോടോ തന്റെ ശരീരത്തോടോ കാണിച്ചിരുന്നില്ല. അറിഞ്ഞതിലുമേറെ പരസ്പരം ഇനിയും അറിയാൻ ഏറെയുണ്ട്. അതുകൊണ്ട് ഒരുമിച്ചൊരു ജീവിതം മെല്ലെ തുടങ്ങാമെന്ന് പറഞ്ഞവനോട് അന്ന് തോന്നിയ ഇഷ്ടവും ബഹുമാനവും മനസ്സിൽ തെളിഞ്ഞതും സ്വയം പുച്ഛിക്കും പോലൊരു ചിരി തെളിഞ്ഞു വേദയുടെ അധരങ്ങളിൽ. കയ്യിൽ ഒരു ബാഗും എടുത്ത് കല്യാണ വേഷത്തിൽ കാറിലേക്ക് വന്ന് കയറിയ ശിവൻ കാണുന്നത് കാറിനുള്ളിൽ കണ്ണടച്ചിരിക്കുന്നവളെയാണ്. മുറ്റത്ത് നിന്ന് കാറിനുള്ളിലേക്ക് നോക്കുന്നവരുടെ പുറകിലെ റോഡിൽ തികച്ചും മാന്യനായി തന്റെ അനിയൻ വിഷ്ണു കൂടി ഉണ്ടെന്ന് കണ്ടതും വേദയെ മേലെ തട്ടി വിളിച്ചു ശിവൻ. അറിയാതെയൊന്ന് കണ്ണടച്ചു പോയ ഭദ്ര വേഗത്തിൽ കണ്ണുകൾ തുറന്ന് ശിവനെ നോക്കിയതും അവളുടെ നെറ്റിയിലായി തന്റെ ചുണ്ടുകൾ ചേർത്തു ശിവൻ. ശിവനിൽ നിന്നും തനിക്ക് കിട്ടിയത് ഒരു ചുംബനമാണെന്ന തിരിച്ചറിവിൽ വേദ ഞെട്ടി ശിവനെ നോക്കിയതും കൂർപ്പിച്ചു പിടിച്ചവളുടെ ചുണ്ടിൽ അവകാശത്തോടെ തന്റെ ചുണ്ടുകൾ ചേർത്ത് അമർത്തി ശിവൻ. ആ കാഴ്ച കണ്ടുനിന്ന വിഷ്ണുവിന്റെ മിഴികൾ നിറഞ്ഞതും അവന് പുറകിൽ അവനോട് ചേർന്ന് കുഞ്ഞിനെയും എടുത്തു നിന്നു അലീന. ഒന്നും വേണ്ടായിരുന്നു അല്ലേ വിഷ്ണുവേട്ട? നമുക്കൊന്നിച്ചൊരു ജീവിതം തുടങ്ങുന്നതിന് വേണ്ടി ആ പെണ്ണിനെ നമുക്കിടയിലേക്ക് വലിച്ചിടാൻ പാടില്ലായിരുന്നു അല്ലേ?
അലീനയുടെ ചോദ്യം കേട്ടില്ലെന്ന് നടിച്ചു നിൽക്കുമ്പോൾ വിഷ്ണു ഓർത്തും അതാണ്. കൂടെ പഠിച്ച അന്യമതക്കാരിയായ പെൺകുട്ടിയെ സ്നേഹിച്ച് ആരും അറിയാതെ വിവാഹവും കഴിച്ച് അവളുടെ വയറ്റിൽ തൻ്റെ ഒരു ജീവൻ മുള പൊട്ടിയത് അറിഞ്ഞതിന് ശേഷമാണ് താൻ വേറെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളുടെ വീട്ടിൽ ചെല്ലുന്നത്. അവളുടെ വിവാഹം കഴിക്കുന്നതിലൂടെ നേടാൻ കഴിയുന്ന സ്വർണവും പണവും ഉപയോഗിച്ച് അലീനയോടൊത്തുള്ള ജീവിതം, അതായിരുന്നു ലക്ഷ്യം. മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ വിവാഹം കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ വേദയുടെ സ്വർണവും പണവും എടുത്ത് ആരും അറിയാതെ അലീനയും കൂട്ടി നാട് വിടാൻ ഒരുങ്ങിയിറങ്ങിയ തങ്ങളെ കൈയോടെ പൊക്കി കുടുംബക്കാർക്കും വേദയ്ക്ക് മുമ്പിലിട്ട് കൊടുത്തു അവൻ, തൻ്റെ ഏട്ടൻ ശിവൻ. തൻ്റെയും വേദയുടെയും കല്യാണത്തിന് ജോലി തിരക്കാണെന്ന് പറഞ്ഞ് വരാതെ മാറി നിന്നവൻ കൃത്യമായി നാട്ടിലെത്തിയത് തൻ്റെ ഒളിച്ചോട്ടത്തിൻ്റെ അന്നാണ്. അടിച്ചിറക്കി വിട്ടു തന്നെ തറവാട്ടിൽ നിന്നും. താലി പൊട്ടിച്ച് തൻ്റെ മുന്നിലിട്ട് തന്നിട്ട് ഇറങ്ങിപ്പോയി വേദ. വേദയെ ശിവൻ വിളിച്ചതും തലയുയർത്തി അവനെ നോക്കി വേദ. എനിക്കിഷ്ടമായിരുന്നു നിന്നെ. ആ ഇഷ്ടം നിന്നോട് പറയാൻ ഞാൻ ഒരുങ്ങും മുമ്പ് നീ വിഷ്ണുവുമായുള്ള വിവാഹത്തിന് സമ്മതം അറിയിച്ചത് കൊണ്ട് മാത്രം നിനക്കടക്കത്തേക്ക് വരാതെ മാറി നിന്നവനാണ് ഞാൻ. ഇപ്പോൾ നീ എൻ്റെയാണ്, എൻ്റെ മാത്രം. നിന്റെ മനസ്സിൽ എൻ്റെ വീട് പോലൊരു ഓർമ്മയായിട്ടുണ്ടാവരുതെന്ന് കരുതിയാണ് നമ്മുടെ ഇതായൊരു പോക്ക്. നീ ഓർക്കേണ്ട ദിനിയും ഇനി എന്നെക്കുറിച്ച് മാത്രമാവണം. ഞാനല്ലാതെ വേറൊരാളുടെ ചിന്ത പോലും നിന്റെ ഉള്ളിൽ വേണ്ട. മനസ്സിലായോ? ഗൗരവത്തോടെ, എന്നാൽ മനസ്സിൽ വെറുതെ പോലും താൻ വിഷ്ണുവിനെ പറ്റി ഓർക്കരുതെന്ന് കരുതി നിർബന്ധം പിടിക്കുന്ന ശിവനെ ഇമ വെട്ടാതെ സ്നേഹത്തോടെ നോക്കിയിരുന്നു വേദ. ഐ ലവ് യു ശിവേട്ട. പതിഞ്ഞ ശബ്ദത്തിൽ വേദ കാതിൽ വീണതും ഞെട്ടി കാറ് നിർത്തി അവളെ നോക്കി ശിവൻ. എനിക്കെന്തും ഇഷ്ടം ശിവേട്ടനെ ആയിരുന്നു, പക്ഷെ പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പതിഞ്ഞ ശബ്ദത്തിൽ വീണ്ടും പറയുന്നവളെ വാരിയണച്ച് നെഞ്ചോട് ചേർത്ത് പുണർന്നു ശിവൻ. നടു റോഡാണെന്ന് കൂടി ഓർക്കാതെ. പിന്നെന്തിനടി വിഷ്ണുവിനെ കെട്ടാൻ സമ്മതം പറഞ്ഞത്? കാതോരം ഒരു മുരൾച്ച പോലെ ശിവന്റെ ശബ്ദം കേട്ടതും കുളിർന്നു വേദ. ഞാൻ സമ്മതം പറഞ്ഞിട്ടില്ല. എന്നോടാരും എൻ്റെ സമ്മതം ചോദിച്ചിട്ടുമില്ല. പറ്റേ പതിഞ്ഞു പോയൊരു ശബ്ദത്തിൽ വീണ്ടും പറയുന്നവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കാറ് മുന്നോട്ടെടുക്കുമ്പോൾ ശിവന്റെ ഉള്ളം സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി. വിവാഹശേഷമാണെങ്കിലും താലി കെട്ടിയവളുടെ ഉള്ളിൽ എന്നും താനാണെന്ന് അറിഞ്ഞ സന്തോഷം, അതവൾ തുറന്നു പറഞ്ഞ സന്തോഷം. ആ സന്തോഷത്തോടെയാണ് കാർ നിരത്തിലൂടെ മുന്നോട്ട് കുതിച്ചു, ലക്ഷ്യസ്ഥാനം തേടിക്കൊണ്ട്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്